നമസ്കാരം. ഒരു വീടിന്റെ പ്രധാന ഊർജ സ്രോതസ് അടുക്കളയാകുന്നു. വീട്ടിലെ മഹാലക്ഷ്മിയും അന്നപൂർണേശ്വരി ദേവിയും അടുക്കളയിൽ തന്നെ വസിക്കുന്നു. കൂടാതെ അഗ്നിദേവൻ, വായുദേവൻ, വരുണദേവൻ എന്നീ ദേവതകളും പ്രത്യക്ഷത്തിൽ കാണുവാൻ സാധിക്കുന്നതായ ഇടം. അദൃശ്യമായി ഗണപതി സ്വാമിയെയും ലക്ഷ്മി ദേവിയും അന്നപൂർണേശ്വരി ദേവിയും വസിക്കുന്നു. ഇതിനാൽ ഒരു കുടുംബത്തിന്റെ ആരോഗ്യം, ഉയർച്ച എന്നിവ അടുക്കളയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നു. വീടുകളിൽ ഭാഗ്യം, സമ്പൽ സമൃദ്ധി എന്നിവ അടുക്കളയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ കാര്യം തന്നെയാകുന്നു. പണ്ടെല്ലാം സ്ത്രീകൾ, അതായത് വീട്ടിലെ മഹാലക്ഷ്മിയായ സ്ത്രീകൾ കൂടുതൽ സമയം ചെലവിട്ടിരുന്ന സ്ഥലം കൂടിയായിരുന്നു അടുക്കള. ഇന്നും സ്ത്രീയും പുരുഷനും ഒരേപോലെ നോക്കുന്ന ഇടം തന്നെയാണ് അടുക്കള. ഇതിനാൽ വീടിന്റെ ഈ ഭാഗം വൃത്തിയായി തന്നെ സൂക്ഷിച്ചില്ല എങ്കിൽ വലിയ ദോഷം തന്നെ ആ വീടിന് വന്നു ചേരും എന്ന കാര്യം വാസ്തവമാണ്. അടുക്കള വൃത്തിയായി തന്നെ പരിപാലിച്ചില്ല എങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും അനാവശ്യമായ പല വിധത്തിലുള്ള ദുരിതങ്ങളും ആ വീടുകളിലേക്ക് വന്നു ചേരും. വരവിനേക്കാൾ കൂടുതൽ ചെലവ്, കടം തുടങ്ങിയ പ്രശ്നങ്ങൾ നിത്യവും അഭിമുഖീകരിക്കേണ്ടതായി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെല്ലാം പരിഹാരമായി അടുക്കളയിൽ 3 ചെടികൾ വളർത്തുന്നത് വളരെ ശുഭകരമാകുന്നു. ഇവ വീടിന് ഉയർച്ചയും ആരോഗ്യവും വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാമാണ് ഈ ചെടികൾ എന്നുകൂടി വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചെടിയായി പരാമർശിക്കുന്നത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് ഏതൊരു വീട്ടിലും കാണാവുന്ന, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ കാണാവുന്ന ചെടികളിൽ ഒന്നാകുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പണത്തെ ഒരു വീട്ടിലേക്ക്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതായ ചെടി എന്ന പ്രത്യേകതയുണ്ട്. അടുക്കളയിൽ നിങ്ങൾ വയ്ക്കുകയാണ് എങ്കിൽ പല വിധത്തിലുള്ള ഗുണം ആ വീടുകളിലേക്ക് വന്നു ചേരും. പ്രധാനമായും ആരോഗ്യം വർദ്ധിക്കും എന്നാണ് പറയുക. ധനധാന്യാദി സമൃദ്ധി ആ വീടുകളിലേക്ക് വന്നു ചേരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകളുണ്ട് എങ്കിൽ, കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ പലവിധ വഴികൾ തെളിയും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കടബാധ്യതകൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം, കടാക്ഷം ആ വീടുകളിലേക്ക് തീർച്ചയായും കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ നിറയും. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. മണി പ്ലാന്റ് വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ച നിറം കൂടുതലുള്ള മണി പ്ലാന്റ് ഏറ്റവും ശുഭകരമാണ് എന്നാണ് പറയുക. ഈ മണി പ്ലാന്റിന് പ്രത്യേകതകളുണ്ട്. കാരണം ധനത്തെ കൂടുതലായി ആകർഷിക്കുവാൻ സാധിക്കും എന്നാണ് പറയുക. കൂടാതെ ചില്ല് ബോട്ടിലിൽ അഥവാ ചില്ല് ബൗളിൽ വയ്ക്കുന്നതും അതീവ ശുഭകരമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും ധനത്തെ ആകർഷിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. അതേപോലെ തന്നെ താഴെ മുട്ടാത്ത രീതിയിൽ നിങ്ങൾ മണി പ്ലാന്റ് വീടുകളിൽ വളർത്തേണ്ടതാകുന്നു. അങ്ങനെ വളർത്തുന്നില്ല എങ്കിൽ അത് ശുഭകരമായ ഫലം നൽകുവാൻ സാധ്യത വളരെ വിദൂരമാണ്. ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. ഉയരത്തിൽ, അതായത് എന്തെങ്കിലും ഒരു പ്രതലത്തിന്റെ മുകളിൽ, പ്ലാറ്റ്ഫോമിന് മുകളിലായി തന്നെ വയ്ക്കുവാൻ ശ്രമിക്കുക. ഒരിക്കലും താഴെ വയ്ക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ വയ്ക്കുകയാണ് എങ്കിൽ മണി പ്ലാന്റ് നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഫലങ്ങൾ തരണം എന്നില്ല. അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങളല്ല നൽകുക. അതിനാൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കുറയുക തന്നെ ചെയ്യും. ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു ചെടിയായി പരാമർശിക്കുന്നത് ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പു ഇന്ന് പല വീടുകളിലും സർവ്വസാധാരണമാണ് എന്ന് തന്നെ പറയാം. പല വീടുകളിലും വളർത്തുകയും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ഒരു ചെടി കൂടിയാണ് ലക്കി ബാമ്പു. ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ശുഭകരമായ ചെടിയാണ് എന്ന് തന്നെ പറയാം. ഭാഗ്യം വർദ്ധിപ്പിക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതായ ഒരു ചെടി. ഒറ്റ സംഖ്യയിൽ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് കടന്നു വരൂ.
പെട്ടെന്ന് വളരുന്ന ചെടി എന്ന പ്രത്യേകതയും ലക്കി ബാംബുവിനുണ്ട്. അത് നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്ന കാര്യം തന്നെയാകുന്നു. പച്ച നിറത്തിലുള്ളവ ഏറ്റവും ശുഭകരമാണ്, അഥവാ അതീവ പച്ച നിറമുള്ളവ അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അഭിവൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ദുരിതങ്ങൾ ഒഴിയുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുവാൻ സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തന്മൂലം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ച നൽകുന്ന ചെടികളിൽ ഒന്നുകൂടിയാണ് ലക്കി ബാംബു. അതിനാൽ വീടുകളിൽ സന്താനങ്ങൾ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ ചെടി വീടുകളിൽ നട്ടുവളർത്തുന്നത് ശുഭകരം തന്നെയാണ്. പ്രത്യേകിച്ചും ഇവ അടുക്കളയിൽ വയ്ക്കുന്നതിലൂടെ ചില ശുഭകരമായ ഫലം തന്നെയാണ് വന്നു ചേരുക. ഭാഗ്യം ഇരട്ടിപ്പിക്കുന്നതിനും ആ വീടുകളിലെ രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിനും കടബാധ്യതകൾ ഒഴിവാക്കുന്നതിനും സഹായകരമാകുന്നു. കടബാധ്യതകൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. അതായത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സഹായകരമായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒന്ന് തന്നെയാണ് ലക്കി ബാംബു. വീടുകളിൽ നട്ടുവളർത്തുക, പ്രത്യേകിച്ചും അടുക്കളയിൽ വയ്ക്കുന്നത് അതീവ ശുഭകരമാണ്. മറ്റൊന്ന് കറ്റാർവാഴയാണ്. കറ്റാർവാഴ വീടുകളിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരുവാൻ സഹായകരമായ ചെടികളിൽ ഒരു ചെടിയാണ്. വളരെ ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമാണ് കറ്റാർവാഴ. പലരും വീടുകളിൽ വളർത്തുന്നതായ ചെടി കൂടിയാണ് കറ്റാർവാഴ. കറ്റാർവാഴ വീടുകളിൽ വളർത്തുന്നതിലൂടെ ഒരു വീട്ടിൽ നെഗറ്റീവായ ഊർജങ്ങൾ കുറയ്ക്കുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ഊർജങ്ങളെ കുറയ്ക്കുവാൻ സാധിക്കും. കൂടാതെ നാം കഴിക്കുന്ന ആഹാരം നമുക്ക് ചുറ്റും പോസിറ്റീവായ ഊർജം കൊണ്ടുവരുവാൻ പ്രത്യേകമായ കഴിവ് തന്നെയാണ് കറ്റാർവാഴയ്ക്കുള്ളത് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ചും ഉണർവ് കൊണ്ടുവരുവാൻ സഹായകരമാണ് കറ്റാർവാഴ. കൂടാതെ ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഉയർച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സഹായകരമാണ് കറ്റാർവാഴ എന്ന കാര്യം ഓർക്കുക. ഏത് കാര്യം നിങ്ങൾ ചെയ്യുന്നതിന് മുൻപും ഒരു ഉണർവ് ലഭിക്കുന്നത് അതീവ ശുഭകരമാണ്. എന്നാൽ തീർച്ചയായും ആ വ്യക്തികൾക്ക് ആ കാര്യങ്ങളിൽ വിജയം നേടുവാനും പല കാര്യങ്ങളും ചിന്തിച്ച് അത് ഏറ്റവും അനുകൂലമായ രീതിയിൽ ചെയ്ത് തീർക്കുവാനും സാധിക്കും. അത്തരത്തിലുള്ള ഫലങ്ങൾ തന്നെയാണ് കറ്റാർവാഴ അടുക്കളയിൽ വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പോസിറ്റീവായ ഊർജം നിലനിർത്തുവാൻ സാധിക്കും. നെഗറ്റീവായ ഊർജങ്ങളെ പൂർണ്ണമായും പിന്തള്ളുവാൻ സാധിക്കും. തന്മൂലം അടുക്കളയിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പോസിറ്റീവ് ഊർജം വർദ്ധിക്കും. അത് നിങ്ങളിൽ ഏവരിലും, ആ കുടുംബാംഗങ്ങളിൽ ഏവരിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അത് അടുക്കളയിൽ ഈ ചെടികൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നന്നായി പരിപാലിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. കൂടാതെ പുറത്തുനിന്നും വരുന്നവർ ഇവയെ സ്പർശിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയെ സ്പർശിക്കുന്നതിലൂടെ ഫലങ്ങൾ കുറയുവാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് വാസ്തവം. കൂടാതെ മറ്റുള്ളവർക്ക് വളർത്തുവാൻ ഇവ നൽകുവാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ ഇവയിൽ നിന്നും നൽകുവാൻ പാടുള്ളതല്ല. പുറത്തു നിന്നുമാകാം. നന്നായി വളരുന്നത് ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുക്കളയിൽ പ്രത്യേകിച്ചും ഇവ വളരുന്നത് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. കടുംപായസ വഴിപാട് നടത്തുന്നതും ഏറ്റവും വിശേഷമാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഭാഗ്യം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാസാദ്യം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ്. അതല്ല എങ്കിൽ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ ജന്മനക്ഷത്ര ദിവസം ചെയ്യാം. അശുദ്ധിയുള്ള സമയത്ത് ഈ ചെടികളെ സ്പർശിക്കുന്നത് ശുഭകരമല്ല. അതും ഓർത്തിരിക്കുക. എപ്പോഴും സ്ഥാനം മാറ്റരുത്.
വേസ്റ്റ് ഈ ചെടികളുടെ അടുത്ത് വയ്ക്കാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. അടുക്കള എപ്പോഴും ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരൂ.